വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാ ക്ലേശത്തിന് പരിഹാരം കണ്ടെത്താൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ മാസ്റ്റർ പ്ലാൻ നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാ ക്ലേശങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. വടക്കൻ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ദീർഘകാലത്തെ റെയിൽവേ യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അടിയന്തര ഇടപെടലുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ, മംഗളൂരു സെൻട്രൽ, മംഗളൂരു ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർഗോട്ടേക്ക് നീട്ടണമെന്നും നിർത്തലാക്കിയ പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കലക്ടർ റെയിൽവേക്ക് കത്തയച്ചത്. തെക്കൻ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന നിരവധി ട്രെയിനുകൾ കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നതോടൊപ്പം വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള സർവീസുകൾ മംഗളൂരുവിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് കാസർഗോട്ടേക്ക് വരേണ്ട പ്രവാസികൾ, വിദ്യാർത്ഥികൾ, രോഗികൾ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളില്ലാത്തതും നേരത്തെ ഉണ്ടായിരുന്ന ചില പാസഞ്ചർ സർവീസുകൾ നിർത്തലാക്കിയതും ജനങ്ങളുടെ ദൈനംദിന യാത്രകളെയും പ്രാദേശിക വികസനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ കേരളത്തിന്റെ അതിർത്തിയല്ല, കണ്ണൂർ പാലക്കാട് ഡിവിഷൻ അതിർത്തിയല്ല, കണ്ണൂർ ദക്ഷിണ റെയിൽവേയുടെ അതിർത്തിയല്ല. എന്നിട്ടും കണ്ണൂരിൽ നിന്ന് മാത്രം 9 വണ്ടികൾ യാത്ര അവസാനിക്കും. കോഴിക്കോട് നിന്ന് വൈകുന്നേരം 6:10 ശേഷം കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു വണ്ടിയും ഇല്ലാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഷൊർണൂരിൽ നിന്നും ഒരു പാസഞ്ചർ പുതിയതായി കണ്ണൂർ വരെ ഓടിക്കാനുള്ള തീരുമാനം റെയിൽവേ എടുക്കുന്നത്. പക്ഷെ അത് കാസർഗോഡ് വരെ നീട്ടാൻ മുറവിളി കൂട്ടുന്നതിനിടയിലാണ് റെയിൽവേ ആരും ആവശ്യപ്പെടാതെ ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് വണ്ടി നീട്ടി. വടക്കോട്ടേക്ക് നീട്ടാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം റെയിൽവേക്ക് അത് സാധിക്കുകയും പല മുടന്ത ന്യായങ്ങൾ പറയുകയും, നേരെ മറിച്ച് തെക്കോട്ടേക്കുള്ള വണ്ടികൾ എത്ര വണ്ടികളും വേണമെങ്കിൽ നീട്ടാനുള്ള ഒരു സ്ഥിതിയാണ് നാം കണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ വൈകുന്നേരം നമുക്കറിയാം, ഒരു ദിവസം 9 വണ്ടികളാണ് കണ്ണൂർ യാത്ര അവസാനിക്കുന്നത്. കണ്ണൂർ കഴിഞ്ഞാൽ ചെറക്കൽ മുതൽ മംഗലാപുരം വരെയുള്ള ഏകദേശം 20 ലക്ഷം ആൾക്കാർ, കേരളത്തിന്റെ ഒരു 5-10% ആൾക്കാരെ ദുരിതത്തിലായിരുന്ന അവരെ കണ്ടില്ല എന്നടിക്കുന്ന ഒരു സമീപനമാണ് റെയിൽവേ, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ചെയ്യുന്നത്. അത് തിരുത്തിയേ പറ്റൂ. നമ്മുടെ MP-മാരൊക്കെ ഇതിൽ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കണം. റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.